സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ഓരോ ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ്റെ യേശുനാഥ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ്റെ യേശുനാഥ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന വചനം സങ്കീർത്തനങ്ങൾ 4:7 വാക്യമാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നിന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആമേൻ. ഒന്നുകൂടെ ശ്രദ്ധിച്ച വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ആമേൻ. അപ്പോൾ ഇന്നത്തെ ഒരു ദൂത് ഇതാണ്: മറ്റ് എന്ത് നൽകുന്നതിനേക്കാളും അധികമായൊരു സന്തോഷം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുവാൻ പോവുകയാണ്. ആമേൻ. അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യത്തിനകത്തും ഒരു സന്തോഷമായൊരു വാക്കുണ്ട്: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കും. അവിടെ ഒരു വാക്യമുണ്ട്: നിർഭയം എന്നെ വസിപ്പിക്കുന്നവൻ നീയാണ്. ഭയമില്ലാതെ എന്നെ ജീവിപ്പാൻ എന്നെ സഹായിക്കുന്നത് നീയാണ്. ചില ഭയങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാകാം, ചില ആകുലതകൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. ആ കർത്താവ് ഒരു ഉറപ്പ് തരികയാണ്: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലധികമായ സന്തോഷം ഹൃദയത്തിൽ തരുമെന്ന്. എങ്ങനെയാണത് തരുന്നത്? അതിൻ്റെ തൊട്ടുമുകളിൽ വാക്യം പറയുകയാണ്: സ്തോത്രം, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ആ മുഖത്തിൻ്റെ സൗന്ദര്യം നിങ്ങളുടെ മേലങ്ങ് ദൈവം ഉദിപ്പിക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ മേലങ്ങ് പ്രകാശിക്കുമ്പോൾ, ഉദിക്കുമ്പോൾ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിൽ അധികമായ സന്തോഷം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തരാൻ പോവുകയാണ്. ഹൃദയത്തിൽ സന്തോഷമില്ലാതെ മുമ്പോട്ട് പോകുന്ന ജീവിതം മാറും കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിലൊരു എന്തെന്നില്ലാത്തൊരു സന്തോഷം. ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കാം. ആ പത്മോസിൽ യോഹന്നാൻ കിടക്കുമ്പോൾ സന്തോഷത്തോടെ ആയിരുന്നില്ലേ? ആ കാരാഗൃഹത്തിൽ പത്രോസ് കിടന്നുറങ്ങില്ലേ? പൗലോസും ശീലാസും ആ കാരാഗൃഹത്തിൽ കർത്താവിനെ പാടി ആരാധിച്ചില്ലേ? ലോകം തരാത്ത, മനുഷ്യർക്ക് തരാൻ പറ്റാത്ത ഒരു ഡിവൈൻ ജോയ് ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഒരു സന്തോഷം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങളിന്ന് ഈ വചനം ഏറ്റുപറഞ്ഞോണം: ഒരു സന്തോഷം തരുന്ന ദിവസം, ഒരു സമാധാനം തരുന്ന ദിവസം, നിങ്ങളുടെ ഭയത്തെ മാറ്റുന്ന ദിവസം, അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കുന്ന ഒരു ദിവസം. ഒത്തിരി പേരുടെ ചോദ്യങ്ങളുടെ ഉത്തരം ആര് നന്മ ചെയ്യും? കണ്ടോണം, കർത്താവ് നിങ്ങളെ സഹായിക്കുന്നത് ലോകം കാണാൻ പോവാം. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നത്തെ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദത്തത്തിനായി നന്ദി പറയും.
കർത്താവെ, മറ്റെന്തിനേക്കാൾ അധികമായ ഒരു സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിറയ്ക്കുന്ന ഒരു പകലിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. യേശുപ്പ, കർത്താവെ, ധാന്യവും വീഞ്ഞും മറ്റെന്ത് സമൃദ്ധി ഉണ്ടെങ്കിലും അതിലുപരിയായിട്ടുള്ളൊരു സന്തോഷം, ഒരു സന്തോഷത്തിൻ്റെ സമൃദ്ധി ഇന്ന് പൽക്കാലം അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ മനസ്സുകളിൽ, ഞങ്ങളുടെ നിലവുകളിലെല്ലാം അങ്ങ് നൽകുന്നതിന് നന്ദി പറയും. ആനന്ദതൈലത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി പറയും. അങ്ങയുടെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കുന്ന ഒരു ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവേ, ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം അങ്ങയുടെ ശോഭയിൽ നടപ്പൻ, അങ്ങയുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിൽ നിന്നും വരുന്ന ആ സന്തോഷത്തിൽ നടപ്പൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. അങ്ങനെ ചെയ്യുന്നതിന് നന്ദി പറയും. ആമേൻ. ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ ഈ വചനത്തെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കണം, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഉദിക്കും. ആമേൻ. ധാന്യവും വീഞ്ഞും വർജിലധികമായ സന്തോഷം എൻ്റെ ഉള്ളത്തിലവൻ തന്നിരിക്കുന്നു. ഞാൻ ഭയമില്ലാതെ വസിക്കും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. ഇവരിന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങൾക്കായി ഇറങ്ങുമ്പോൾ ആ കാര്യങ്ങളെല്ലാം അത്ഭുതമായി തീരണമേ. ഇവർ ഇന്ന് രാത്രിയിൽ കടന്നു വരുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, ഇന്ന് ചെയ്ത ഓരോ നന്മകളും എണ്ണി എണ്ണി പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ, ആമേൻ, അത്ഭുതങ്ങളുടെ പരമ്പരകളായി ഇന്നത്തെ ദിവസത്തെ മാറ്റുന്നതിനായി സ്തോത്രം. നിന്റെ മക്കളെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വചനത്തെ കൺഫസ് ചെയ്യുക. ഇന്നത്തെ ദിവസം മുഴുവൻ കർത്താവ് നിങ്ങളുടെ കൂടെയാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഷലോം.